ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് ഇൻഡിവിജ്വൽസിനിടയിൽ ഉണ്ടായിരിക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിന് ആവശ്യമായിട്ടുള്ള ഈ 3 കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലവ് എന്ന് പറയുന്നുള്ള ഒരു ഫാക്ടർ മാത്രം പോരാ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്നുള്ളതാണ്. ഒരു പക്ഷെ ഇത് കേൾക്കുന്ന സമയത്ത് ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് തോന്നിയേക്കാം. 2 ഉത്തരം തീർച്ചയായിട്ടും ഇതിനുണ്ടായിരിക്കും. ഇത് മതി എന്നുള്ള ഉത്തരം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ശരിയാണ് എന്നുള്ള ഉത്തരവും ഉണ്ടായിരിക്കും. രണ്ടാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതിന്റെ എക്സ്പ്ലനേഷൻ എന്താന്ന് കൂടി പറയാം. ഒരു റിലേഷൻഷിപ്പിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലവ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ അത് അത്യാവശ്യമാണ് എന്ന് തന്നെ പറയാം. പക്ഷേ സ്നേഹം എന്നുള്ള ഒരു ഫാക്ടർ മാത്രം പോരാ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് അവർ പറയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷേ നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ യാതൊരുവിധ മറ്റൊരു രീതിയിലുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്സും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിക്കാം. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നില്ല, റെസ്പെക്ട് ചെയ്യുന്നില്ല, നിങ്ങളെ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നും ആ റിലേഷൻഷിപ്പ് കുറെ കൂടി ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് യാതൊരുവിധ എഫേർട്ടും അവരുടെ ഭാഗത്തുനിന്നും വരുന്നില്ല എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നിങ്ങളോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, നിങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്നും ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ ഒരു പ്രത്യേക അർത്ഥം ഉണ്ട് എന്ന് വിചാരിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെയാണ് നിങ്ങൾ റിസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ലവ് ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പിൽ ലവ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ മാത്രം പോരാ എന്നുള്ളതാണ്. അത് റെസ്പെക്റ്റ് ആയിക്കൊള്ളട്ടെ, ട്രസ്റ്റ് ആയിക്കൊള്ളട്ടെ, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, അതുപോലെ തന്നെ ഇമോഷൻസിനെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ, ഇതൊക്കെ ഒരു റിലേഷൻഷിപ്പിൽ ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് പറയുന്നത്. സോ ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തി ആയി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലവ് എന്ന ഫാക്ടറിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കേണ്ട ഒരുപാട് എലമെന്റ്സുകളാണ് ഈ ഒരു പോയിന്റിൽ പറഞ്ഞത്. അപ്പൊ ഇത്രയും എലമെന്റ്സ്, അല്ലെങ്കിൽ 2 വ്യക്തികളും ആ റിലേഷൻഷിപ്പിൽ എങ്ങനെ നിൽക്കണം എന്നാണോ ആഗ്രഹിക്കുന്നത്, അവർക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്നും എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്താണോ റിലേഷൻഷിപ്പ് എന്നതുകൊണ്ട് അവർ മീൻ ചെയ്യുന്നത്, ആ കാര്യങ്ങൾ ലഭിക്കണമെന്നുള്ളതാണ് 2 വ്യക്തികൾക്കും ഒരുപോലെ. അപ്പൊ അതാണ് ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തിയായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരിക്കേണ്ട നമ്പർ 1 ഫാക്ടർ. രണ്ടാമത്തെ പോയിന്റ് നോക്കുന്നതിന് മുൻപായി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ, പ്രോപ്പർ ഗൈഡൻസ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആ ഒരു റിലേഷൻഷിപ്പ് പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി രണ്ടാമത്തെ കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ, തുറന്നുള്ള സംസാരം, അല്ലെങ്കിൽ സംസാരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടൻസ്. ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ നമുക്ക് ആ റിലേഷൻഷിപ്പ് കുറെ കൂടി ബെറ്റർ ആക്കാൻ സാധിക്കും, അതല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഒരു ബ്രേക്കിലേക്ക് പോകും എന്നുള്ളതാണ്. സംസാരിക്കുന്നു എന്ന് പറയുന്നത് ഒരു പക്ഷെ എല്ലാ ആളുകളും സംസാരിക്കുന്നുണ്ടായിരിക്കും റിലേഷൻഷിപ്പില്. പക്ഷെ വളരെ ഹോണസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഇമോഷനെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കുക, ഇതൊക്കെയാണ് ഒരു കമ്മ്യൂണിക്കേഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് വളരെ സക്സസ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ ഹെൽത്തി ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ പറയുന്നത് പോലെ മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ എപ്പോഴും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് അവിടെ സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലേക്ക് പോകും എന്നുള്ളതാണ്. സോ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു റിലേഷൻഷിപ്പ് മേക്ക് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാനാണെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷന് സാധിക്കും എന്നുള്ളതാണ്. സോ ഹെൽത്തി ആയ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഹോണസ്റ്റ് ആൻഡ് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. സോ തീർച്ചയായിട്ടും ആ ഒരു കാര്യം ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്നുള്ളത് ഉറപ്പുവരുത്തുക. മൂന്നാമത്തെ കാര്യമാണ് പേഴ്സണൽ ഗ്രോത്ത്. ഒരു റിലേഷൻഷിപ്പിൽ പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറയുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് 2 വ്യക്തികളും ഒരുപോലെ ഗ്രോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആയിരിക്കും. ഇവിടെ പലപ്പോഴും ആ റിലേഷൻഷിപ്പ് ഇംബാലൻസ് ആയി പോകുന്നത്, അല്ലെങ്കിൽ ഫെയിൽ ആയി പോകുന്നത്, ഒരു വ്യക്തി ഗ്രോ ചെയ്യുകയും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇൻഡിവിജ്വൽ യാതൊരുവിധ ഗ്രോത്തും അവരുടെ ലൈഫിൽ സംഭവിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ്.
കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്യുന്നുണ്ട്, ആ ഒരു അച്ചീവ്മെന്റിലൂടെ അവർക്ക് ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കാണെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളോ ഒന്നും നേടാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രോത്ത് എന്ന് പറയാൻ ലൈഫിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ തോന്നലില്ല എന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും ആ വ്യക്തി അൺഹാപ്പി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പിൽ ഗ്രോ ചെയ്യുക, അത് രണ്ട് വ്യക്തികളും രണ്ട് ഇൻഡിവിജ്വൽസും ഒരുപോലെ ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിരിക്കും. അതുപോലെ തന്നെ രണ്ട് വ്യക്തികളും ആ റിലേഷൻഷിപ്പിൽ ഹാപ്പി ആയിരിക്കും എന്നുള്ളതാണ്. സോ സെൽഫ് ഗ്രോത്ത് ഈസ് എസെൻഷ്യൽ ഫോർ എ ഹാപ്പി റിലേഷൻഷിപ്പ്. ഈ 3 കാര്യങ്ങളും ഒരു റിലേഷൻഷിപ്പിൽ വളരെ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ വളരെ ഒരു കറക്റ്റ് വേയിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തി ആയി മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് പറയുന്നത്. സോ ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്